ദുരന്തർ സിനിമയുടെ കഴിഞ്ഞ 22 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് പക്ഷേ ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ. ദുരന്തർ സിനിമ റിവെഞ്ച് എന്ന സിനിമ മാർച്ച് മാസമാണ് റിലീസിന് വന്നത്. ഇപ്പൊ ഏപ്രിൽ മാസം ആയിരിക്കുകയാണ്. ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 22 ദിവസത്തെ കളക്ഷൻ നോക്കാം നമുക്ക് വേൾഡ് വൈഡ്. 21 ദിവസം കേരളത്തിൽ സിനിമയ്ക്ക് ടോട്ടൽ 18 കോടി 36 ലക്ഷമാണ്. 22 ദിവസം വ്യാഴാഴ്ച സിനിമയ്ക്ക് 17 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ ആയിട്ട് 18 കോടി 53 ലക്ഷമാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ നിലവിലെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 7 കോടി 96 ലക്ഷമാണ്. ഇനി നമുക്ക് കർണാടക പരിശോധിക്കാം. നമുക്ക് കർണാടകയിലെ സിനിമയ്ക്ക് ടോട്ടൽ 22 ദിവസം കൊണ്ട് 128 കോടി 26 ലക്ഷമാണ്. തെലങ്കാനയിലെ സിനിമയ്ക്ക് 66 കോടി 51 ലക്ഷം. ആന്ധ്രാപ്രദേശ് 26 കോടി 93 ലക്ഷം. തമിഴ്നാട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 36 കോടി 46 ലക്ഷം. കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 18 കോടി 53 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ സൗത്ത് നിന്ന് മാത്രം സിനിമയ്ക്ക് 276 കോടി 69 ലക്ഷമാണ് അപ്രോക്സിമേറ്റ് കാണാൻ സാധിക്കും. സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്. 3 ആഴ്ചത്തെ വേൾഡ് വൈഡ് നമ്മുടെ ദുരന്തർ സിനിമയുടെ ജിയോ സ്റ്റുഡിയോസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് പോസ്റ്ററിലെ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം 1276 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 404 കോടി കാണാൻ സാധിക്കുന്നുണ്ട് ഓവർസീസ്. അങ്ങനെ ടോട്ടൽ സിനിമ 3 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 22 ദിവസം കൊണ്ട് 1680 കോടിയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. ദുരന്തർ 2 എന്ന സിനിമയ്ക്ക് ഇനി ആകെ വേൾഡ് വൈഡ് കളക്ഷൻ തകർക്കാനുള്ളത് 3 സിനിമകളാണ്. ഡെങ്കൽ എന്ന് പറഞ്ഞ അമീർ ഖാൻ സിനിമ 2023 കോടിയാണ് സിനിമയുടെ ഫൈനൽ ഗ്രോസ് വേൾഡ് വൈഡ്. 2ാം സ്ഥാനം നമ്മുടെ പുഷ്പ 2 എന്ന സിനിമ തന്നെയാണ്. 3ാം സ്ഥാനം ബാഹുബലി 2 എന്ന സിനിമയാണ്. എന്തായാലും നമ്മുടെ അല്ലു അർജുൻ, പ്രഭാസ് അതുപോലെ തന്നെ അമീർ ഖാൻ സിനിമകളൊക്കെ തകർക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ദുരന്തർ സിനിമയുടെ 2ാം ഭാഗത്ത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര കോടി ആവുമെന്ന് എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് നിമിഷം ഇല്ലാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.